റാപ്പിഡ് റിവിഷൻ. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മലയാളം. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ റെനി ജെയിംസ്. 2026 മാർച്ച് മാസത്തിൽ നടക്കുന്ന SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, എന്റെ പേര് റെനി ജെയിംസ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപകനാണ്. റാപ്പിഡ് റിവിഷൻ. ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, നമുക്ക് കേരള പാഠാവലി 2ാം യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലാണെപ്പോഴും ഉന്മതാൻ എന്ന പേരിൽ ഇതാണ് യൂണിറ്റിന്റെ ശീർഷകം. ജനാധിപത്യ പ്രക്രിയയിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾക്കതറിയാവുന്ന കാര്യമാണ്. ആ മാധ്യമങ്ങളെ അടക്കം വിമർശനാത്മകമായി വിലയിരുത്തുവാനുള്ള ശേഷി നേടാൻ ഉതകും വിധമാണ് ഈ യൂണിറ്റിലെ 3 പാഠങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ റെസിഡന്റ് എഡിറ്റർ എന്ന കഥയാണ് ഒന്നാമത്തെ പാഠം. അത് VKN എഴുതിയതാണ്. അന്നന്നത്തെ മോക്ഷം എന്ന കവിതയാണ് 2ാം പാഠം. ഇത് PN ഗോപികൃഷ്ണൻ എഴുതിയതാണ്. തേൻ എന്ന സിനിമാസ്വാദനം വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയതാണ്. ഇങ്ങനെ 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ഈ യൂണിറ്റിന്റെ ശീർഷകവും ആമുഖ ചിത്രവും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. പേജ് 21. എന്തിനാണ് കണ്ണട? നിങ്ങൾക്കറിയാം, കാഴ്ചയ്ക്ക് തെളിച്ചം നൽകാനാണ് കണ്ണട. ഇവിടെ കണ്ണടയുടെ ഒരു ഗ്ലാസിനുള്ളിൽ ക്യാമറയുണ്ട്. ആ ക്യാമറ എല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടി കണ്ണു തുറന്നിരിക്കുന്ന മാധ്യമ ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ണടയുടെ അടുത്ത ഗ്ലാസ് തകർന്നതാണ്. ചില സന്ദർഭങ്ങളിൽ വസ്തുതകളെ ഒളിച്ചുപിടിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന മാധ്യമ പ്രവണതയെ ഇത് സൂചിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിഷ്പക്ഷമല്ലാത്ത, സ്വയം വിമർശനത്തിന് മുതിരാത്ത പുതിയ മാധ്യമ സമീപനത്തെയാണ് ആമുഖ ചിത്രം സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ പ്രവേശകമായി നൽകിയിരിക്കുന്ന KA ജയശീലന്റെ 2 വരികളുണ്ടല്ലോ. കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ്. എന്താണ് ഈ വരികളുടെ അർത്ഥം? മറ്റുള്ളവരുടെ പരിമിതികളും പോരായ്മകളും ചുഴിഞ്ഞു നോക്കുന്ന നമ്മൾ അവനവൻ്റെ കുറവുകൾ കാണുന്നില്ല. അതിനാൽ അവനവനിലെ ഉണ്മയെ കാണാനാവുന്ന, ആത്മവിമർശനത്തിന് ഉതകുന്ന ഒരു ഉൾക്കണ്ണാണ് നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത്. അതായത് നമ്മെപ്പോലെ മാധ്യമങ്ങളും സ്വയം വിലയിരുത്തലിന് തയ്യാറാവണം എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഈ 2ാം യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം റെസിഡന്റ് എഡിറ്റർ എന്നുള്ളതാണ്. VKN എഴുതിയ ഒരു കഥയാണ് റെസിഡന്റ് എഡിറ്റർ. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാധ്യമരംഗം പ്രമേയമാകുന്ന കഥയാണ് റെസിഡന്റ് എഡിറ്റർ. പത്രമാധ്യമരംഗത്തെ അനാരോഗ്യ പ്രവണതകളെ ഹാസ്യാത്മകമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ: 1. പത്ര ഉടമയായ പുണ്യതീർത്ഥ സ്വാമികൾ. 2. പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന വെങ്കടേശ്വര അയ്യങ്കാർ. 3. വാൾദൊരൈ സ്വാമി എന്ന വീട്ടുപരിചാരകൻ. 4. പത്രസ്വാമിയുടെ അൽസേഷൻ പട്ടി. കഥ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. മെയ്യനങ്ങാ വേലകൾ ചെയ്യുന്നവനെങ്കിലും പ്രമോഷനും പ്രസിദ്ധിയും ആഗ്രഹിക്കുന്നവനാണ് വെങ്കടേശ്വര അയ്യങ്കാർ. ഒരു ഇടത്തരം റിപ്പോർട്ടറായിരുന്നു. വലിയ കഴിവൊന്നുമില്ലെങ്കിലും പ്രമോഷൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി നഗരത്തിൽ വന്നത് വാർത്തയാക്കി. അദ്ദേഹത്തിന് വേതനം കൂട്ടിക്കിട്ടി. എന്നിട്ടും പ്രമോഷൻ കിട്ടിയില്ല. അതിൽ ദുഃഖിതനായിരുന്നു. അതിനാൽ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്ന് ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ ലഭിക്കണമെന്നും അല്ലാത്ത പക്ഷം രാജിവെക്കുകയാണെന്നും അറിയിക്കുവാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ അൽസേഷൻ പട്ടിയെ നേരിടേണ്ടി വന്നു. ഉടുമുണ്ടഴിച്ച് അതിൻ്റെ മുഖത്തെറിഞ്ഞാണ് മുകൾ നിലയിൽ ചെന്നത്. ഷർട്ടും കോട്ടും തലപ്പാവും അരയ്ക്ക് താഴെ വെറും കൗപീനവും ധരിച്ച് പത്രസ്വാമിയുടെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശ്വരനെയാണ് നാം പിന്നീട് കാണുന്നത്. ഇങ്ങനെ പ്രത്യുൽപ്പന്ന മതിത്വം കാട്ടിയ കൊതിയനായ അയ്യങ്കാർക്ക് റെസിഡന്റ് എഡിറ്റർ എന്ന പദവി നൽകുന്നിടത്ത് കഥ അവസാനിക്കുന്നു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? യാതൊരു ലജ്ജയുമില്ലാതെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ആരുടെ മുന്നിലും ഉടുമുണ്ടുരിയാൻ പോലും തയ്യാറാകുന്ന തരം മാധ്യമ പ്രവർത്തകരെ നന്നായി പരിഹസിക്കുകയാണ് ഈ കഥയിൽ. ഈ കഥയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രത്യുൽപ്പന്നമതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കണം. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യുവാൻ ബുദ്ധിയുള്ളവൻ എന്നാണ് അർത്ഥം. 2. പ്രത്യുൽപ്പന്നമതി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? വെങ്കടേശ്വര അയ്യങ്കാരെയാണ്. 3.
എത്രയോ വട്ടം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആകുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേശ്വരന് കുണ്ഠിതമായി. ഇവിടെ വ്യാഴവട്ട സ്മരണകൾ എന്ന പ്രയോഗത്തിൻ്റെ സൂചനയെന്ത്? 2 സൂചനകളാണുള്ളത്. 1, ദീർഘകാലമായി ഒരേ പദവിയിൽ തുടരുന്നു. 2, അത്രയും കാലത്തെ സേവനപരിചയം ഉണ്ടായിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിലുള്ള നിരാശയും സങ്കടവും. വ്യാഴവട്ട സ്മരണ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? 12 വർഷം എന്നാണ് അർത്ഥം. ഇതും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. 4, നിമിഷാർദ്ധം ശങ്കിക്കാതെ വെങ്കടേശ്വരൻ ഉടുത്ത മുണ്ടഴിച്ചു സിംഹത്തിൻ്റെ മുഖത്തെറിഞ്ഞു കോണി കയറി. മാധ്യമരംഗത്തെ ദുഷ്പ്രവണതകളെക്കുറിച്ചുള്ള സൂചന നൽകാൻ പര്യാപ്തമാണോ ഈ വരികൾ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും 5 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരാൻ സാധ്യത. ഇനി അടുത്തതായി, ഇതുകൂടാതെ സമകാലിക മാധ്യമരംഗത്തിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി പ്രഭാഷണമോ എഡിറ്റോറിയലോ ഉപന്യാസമോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള സൂചനകൾ നിങ്ങൾ പഠിച്ചു വെച്ചോണം. അതുപോലെ റെസിഡൻ്റ് എഡിറ്ററിലെ ആക്ഷേപഹാസ്യത്തിൻ്റെ സവിശേഷതകളും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ പാഠത്തിലെ പ്രധാന ആശയങ്ങളെല്ലാം തീർന്നു. നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. റാപ്പിഡ് റിവിഷൻ. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠം അന്നന്നത്തെ മോക്ഷം എന്നതാണ്. PN ഗോപികൃഷ്ണൻ എഴുതിയ കവിതയാണ് അന്നന്നത്തെ മോക്ഷം. നവമാധ്യമങ്ങളുടെ അമിത സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കവിതയാണ് അന്നന്നത്തെ മോക്ഷം. മൊബൈലിൽ വന്ന ഒരു തമാശ കവി വായിക്കുന്നതിൽ നിന്നാണ് കവിതയുടെ തുടക്കം. ഒരു തമാശ വായിച്ചപ്പോൾ വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. തനിക്ക് അയച്ചു കിട്ടിയത് നിമിഷങ്ങൾക്കകം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനുള്ള വ്യഗ്രതയാണ് ഇത് വ്യക്തമാക്കുന്നത്. പകർന്നു കിട്ടിയത് മറ്റുള്ളവരിൽ എത്തിക്കാൻ ഉള്ള വിരൽ പോലും മതിയാകാതെ വരുന്നു എന്ന് സൂചന. അയച്ചു കിട്ടിയ തമാശ കണ്ടതോടെ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെയും കാലിൽ ചെരുപ്പ് ഇക്കിളിയിടുന്നത് പോലെയും അനുഭവപ്പെടുന്നു. ഒന്നാമതായി അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനുള്ള വ്യഗ്രതയാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമതായി മറ്റുള്ളവർ ആസ്വദിച്ചു കാണുന്നത് ഓർത്തുള്ള അനുഭൂതിയും ലൈക്ക് പൊലിപ്പിക്കാനുള്ള ത്വരയും ഇതിൽ കാണാം. അതുകൊണ്ട് കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു, ഊട്ടുന്നു. അതായത് അന്നന്നത്തെ സന്തോഷം കൊതിക്കുന്ന, നൈമിഷിക ആനന്ദം മാത്രം മുൻനിർത്തി ഇടപെടുന്ന ധാരാളം ആളുകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് ഈ കവിത. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നും കൂടി തിളങ്ങിയതുപോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടുന്നത് പോലെ, മനസ്സിൻ്റെ ഖജനാവ്, 150 പേരെ ഊട്ടുക. ഈ പ്രയോഗങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ആശയം ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നതുമാണ്. അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുവാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ ആശയം വരുന്ന മറ്റു ധാരാളം കവിതകളുമുണ്ട്. അങ്ങനെയുള്ള കവിതാഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരു താരതമ്യക്കുറിപ്പും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടുകൂടി ഈ പാഠത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. റാപ്പിഡ് റിവിഷൻ. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ 2ാം യൂണിറ്റിലെ 3ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. തേൻ എന്നാണ് പാഠത്തിൻ്റെ പേര്. സെമി കപ്ലനോഗു സംവിധാനം ചെയ്ത ബാൽ എന്ന സിനിമയുടെ ആസ്വാദനമാണ് വിജയകുമാർ ബ്ലാത്തൂരിൻ്റെ തേൻ. 6 വയസ്സുകാരനായ യൂസഫും അച്ഛനും അമ്മയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. തേൻ ശേഖരിച്ചാണ് അച്ഛൻ യാക്കൂബ് കുടുംബം പുലർത്തുന്നത്. യൂസഫിന് ജന്മനാ വിക്കുണ്ട്. സ്കൂളിൽ അധികം കൂട്ടുകാരുമില്ല. അച്ഛനായ യാക്കൂബ് മാത്രമാണ് അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത്. അവന് ആത്മവിശ്വാസം പകർന്നു നൽകുന്നത് അച്ഛനാണ്. തേൻ തേടിപ്പോകുന്ന യാക്കൂബിൻ്റെ ജീവിതം എവിടെയോ അവസാനിക്കുന്നു. അച്ഛൻ്റെ വേർപാടിൽ യൂസഫ് വളരെയധികം വേദനിക്കുന്നു. പരുന്ത് കാട്ടിയ വഴിയിലൂടെ അവൻ അച്ഛനെ തേടി പോകുന്നത് ഏവരെയും വേദനിപ്പിക്കും. ഇരുട്ടും തണുപ്പും നിറഞ്ഞ കൊടുംകാടിൻ്റെ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ വേരുപടർപ്പിൽ തളർന്നിരുന്ന് ഉറങ്ങുന്ന യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന തീവ്ര ദുഃഖവും പ്രകൃതി സ്നേഹവും നിറഞ്ഞ ഒരു സിനിമയായി ബാൽ മാറുന്നു. ഇനി ഈ പാഠത്തിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യൂസഫ്, യാക്കൂബ്, ഈ 2 പേരുടെയും കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനുള്ള സൂചനകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സവിശേഷത. നിരവധി ഉദാഹരണങ്ങൾ, സന്ദർഭങ്ങൾ ഈ പാഠത്തിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് ഈ ചോദ്യം വന്നാൽ ഉത്തരമെഴുതാൻ വേണ്ടി ഉള്ള ഒരു പ്രാപ്തി നേടിയിരിക്കണം. ഇനി 3, സ്വപ്നങ്ങളും ബാല്യ കൗതുകങ്ങളും നിഷ്കളങ്കതയും
നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി. പേജ് 33 ഇങ്ങനെയൊരു വാക്യമുണ്ട്. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഭാഗം പേജ് 33 ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഏതാണ് ആ ദൃശ്യം? അച്ഛനെ കാണാതെ രാത്രിയിൽ അവൻ വീടിന് വെളിയിൽ തനിച്ചിരിക്കുകയാണ്. അപ്പോൾ മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ അമ്പിളിമാമനെ കാണുന്നു. ഒരു കുട്ടിയുടെ ശൈശവത്തോടെ അവന് അത് കോരിയെടുക്കാൻ നോക്കുന്നു. സാധിക്കാതെ വന്നപ്പോൾ അവൻ അമ്പിളിമാമനെ മുത്തമിടുന്നു. ഇതാണ് ആ ദൃശ്യം. ഇനി 4, വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. പേജ് 30. യൂസഫിൻ്റെ ഈ പ്രവൃത്തിയുടെ കാരണം എന്തെന്നറിയാമോ? തൊട്ടടുത്ത വരി കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അവനറിയാം അതണിയാൻ അവന് ഒരു നാളും കഴിയില്ലെന്ന്. അപ്പോൾ ബാഡ്ജ് അണിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇങ്ങനെ 2ാം യൂണിറ്റിലെ 3 പാഠങ്ങളും ആശയവും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 2ാം യൂണിറ്റിൻ്റെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. റാപ്പിഡ് റിവിഷൻ. Final time.